ഉണ്ടാക്കാനായിട്ട് പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. അതിനുവേണ്ടി നമ്മൾ തീരെ ചെറിയ കുഞ്ഞ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ്. ഒരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ടിന് അധികം ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന കാരണം അധികം വേവ് വരത്തില്ല. അത് കാരണം നമുക്കൊരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കാം. അടുപ്പിലേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് 4-5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ബീട്രൂട്ട് പച്ചടിയുടെ അരപ്പിനായിട്ട് നമ്മൾ അതിലേക്ക് ഒരു 2 പച്ചമുളക് ഒന്ന് ഒടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ അല്പം ജീരകവും കൂടെ ഇടുകയാണ്. അരച്ച് കുറച്ച് നല്ലപോലെ അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചതിന് ശേഷം നമ്മൾ അല്പം കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ചേർത്ത് ഒന്നും കൂടെ അരയ്ക്കും. നമ്മളൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലവണ്ണം മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരച്ച് നല്ലപോലെ അരച്ച് കഴിഞ്ഞപ്പോൾ കടുകും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കൂടെ അടച്ച് വെച്ച് വേവിക്കാം. ഇത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. അരപ്പും നല്ലവണ്ണം വെന്തിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ലവണ്ണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. അതിന് ശേഷം വേണം തൈര് ഒഴിക്കാനായിട്ട്. തൈര് ചൂടോടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അത് കാരണം നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പോളം തൈരാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ഇടാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അല്പം കടുക് ഇട്ട് കൊടുത്തു. 2 മുളക് മുറിച്ചെടുക്കുക. അല്പം കറിവേപ്പില ഇടുക. ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക.